കപ്പൽ തീപിടുത്തത്തെ തുടർന്ന് വായു മലിനീകരണം ഉണ്ടായോ എന്നറിയാൻ കണ്ണൂരിൽ പ്രത്യേക പരിശോധന. പയ്യാമ്പലം ബീച്ചിന്റെയും അഴീക്കൽ പോർട്ടിന്റെയും മധ്യേ പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ചാണ് വായു മലിനീകരണ പരിശോധന നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സരീഷ്, വലിയ തരത്തിൽ വായു മലിനീകരണ സാധ്യത അവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു ആശങ്കയുണ്ട്. ആ നിലയ്ക്കാണ് ഇപ്പോൾ പരിശോധന തുടങ്ങിയിരിക്കുന്നത്. എന്താണ് വിശദാംശം? കഴിഞ്ഞ ദിവസം കത്തിയ കപ്പലിൽ രാസവസ്തുക്കൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് കമ്പനി തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ അഴീക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അഴീക്കോടിന്റെയും പയ്യാമ്പലം ബീച്ചിന്റെയും നടുവിലായി ഈ മെഷീനുകൾ സ്ഥാപിച്ചുള്ള പരിശോധന നടത്തിയത്. സൾഫർ ഡയോക്സൈഡ് ഒപ്പം നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയവയുടെ ഘടകം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ പരിശോധന നടത്തിയത്. PM10, PM2.5 അതായത് പർട്ടിക്കുലർ മീറ്റർ അനലൈസർ എന്ന രണ്ട് മെഷീനുകൾ, അത് PM10 ഒപ്പം തന്നെ PM2.5 ഉപയോഗിച്ചുള്ള പരിശോധനയായിരുന്നു നടത്തിയത്. നീർക്കടവ് മേഖലയിലായിരുന്നു കൂടുതലായുള്ള പരിശോധന നടത്തിയത്. കാരണം ഈ ഭാഗത്ത് കൂടുതൽ വായുമലിനീകരണ സാധ്യതയുണ്ട് എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ ഏതാണ്ട് പുലർച്ചെ വരെയുള്ള സാമ്പിളുകൾ ശേഖരിച്ചത്. എന്നാൽ ഇതിൽ എത്രത്തോളം ഡിയോക്സൈഡിന്റെ സാന്നിധ്യം, സൾഫറിന്റെയും ഒപ്പം തന്നെ നൈട്രജന്റെയും ഒക്കെ സാന്നിധ്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ പരിശോധന തുടരും എന്നുള്ളത് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. കാരണം അടുത്ത ദിവസങ്ങളിൽ മാത്രമേ, കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളത്തിന്റെ പരിശോധന നടത്തിയിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസവും ഒപ്പം തന്നെ ഇന്നും പരിശോധന തുടരുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ വായു മലിനീകരണം ഉൾപ്പെടെയുള്ള സാധ്യത മുൻനിർത്തി. പക്ഷെ ഒരിക്കൽ പോലും ഇത് വായു മലിനീകരണപ്പെട്ടിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ജലമലിനീകരണം ഉണ്ടായിട്ടുണ്ട് എന്നോ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുള്ള പരിശോധന മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഇതിന്റെ പരിശോധന എറണാകുളത്ത് വെച്ചാണ് ഇതിന്റെ റിസൾട്ട് വരിക. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശകലനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ശരി സരീഷ്, കടുത്ത പുക ഉയരുന്ന പശ്ചാത്തലത്തിലാണ് വായു മലിനീകരണ സാധ്യത ഉണ്ടോ എന്ന പരിശോധന തുടരുന്നത്. സരീഷ് പി കെയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ.